ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിലെ 101-ാമത്തെ സൂറത്താണ് അൽ ഖാരിഅ സൂറത്ത്. അതിന്റെ ആശയം ചുരുക്കി നമുക്ക് പറയാം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ് فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇതാണ് സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവാനുഗ്രഹിയായ, പരലോകത്ത് പ്രത്യേകമായ മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുന്നവനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽ ഖാരിഅ, ഹൃദയത്തെ മുട്ടുന്നതായ ദിനം ആകുന്നത്. അൽ ഖാരിഅ, ഹൃദയത്തെ മുട്ടുന്ന ദിനം. ഖിയാമത്ത് നാളിനെ പറ്റിയാണ് പറയുന്നത്. മൽ ഖാരിഅ, എന്താണ് ആ ഹൃദയത്തെ മുട്ടുന്ന ആ കാര്യം, ആ ദിനം എന്താണ്? വമാ അദ്റാ, അല്ലാഹു ആദ്യം അൽ ഖാരിഅ, ഹൃദയത്തെ മുട്ടുന്ന ദിവസമാകുന്നത്. മൽ ഖാരിഅ, എന്താണ് ആ ഹൃദയത്തെ മുട്ടുന്ന ദിനം? വമാ അദ്റാക മൽ ഖാരിഅ, വമാ അദ്റാക, നിനക്ക് എന്താണ് അറിയിച്ചു തന്നത്? മൽ ഖാരിഅ, ഹൃദയത്തെ മുട്ടുന്ന ദിനം എന്താണ് എന്നതിനെ പറ്റി നിനക്ക് എന്താണ് അറിയിച്ചു തന്നത്? ഖിയാമത്ത് നാളിന്റെ ഗൗരവത്തെ അറിയിക്കാൻ ഇവിടെ 3 രീതിയിൽ അല്ലാഹു പ്രയോഗിച്ചു. ഖിയാമത്ത് നാള്, ഹൃദയത്തെ മുട്ടുന്ന നാള്. എന്താണ് ഹൃദയത്തെ മുട്ടുന്ന നാള്? മാ അദ്റാക മൽ ഖാരിഅ, ഹൃദയത്തെ മുട്ടുന്ന നാള് എന്താണെന്നതിനെ പറ്റി നിനക്ക് എന്താണ് അറിയിച്ചു തന്നത്? ഒന്നും അറിയില്ല. അതൊക്കെ അന്ന് കാണുമ്പോൾ നിനക്കറിയാം. യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. യൗമ, അന്ന് ഒരു ദിനമാണ്. യകൂനുൻ നാസു, ജനങ്ങളാവും. കൽ ഫറാശിൽ മബ്സൂസ്, പാറി നടക്കുന്നതായ ഈയാം പാറ്റകളെ പോലെയാകും. കൽ ഫറാശി, ഈയാം പാറ്റകളെ പോലെയാകും. അൽ മബ്സൂസ്, പാറി നടക്കുന്ന. ആര്? യൗമ യകൂനുൻ നാസു, ജനങ്ങൾ ആവുന്ന ദിവസമാണ്. ആളുകളൊക്കെ പരിഭ്രമിച്ചുകൊണ്ട് എങ്ങോട്ടാണില്ലാതെ മാറി നടക്കുന്നതാണ്, ആവുന്നതാണ്. കൽ ഫറാശിൽ മബ്സൂസ്, പാറി നടക്കുന്ന ഈയാം പാറ്റകളെ പോലെയാകും. ഭയപ്പെട്ടുകൊണ്ടും പരിഭ്രമിച്ചുകൊണ്ടും ആ ദിനത്തിൽ. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങളാകും. കല്ലിഹിനിൽ മൻഫൂസ്, വിതറപ്പെട്ടതായ പഞ്ഞി പോലെയാകും. വിതറപ്പെട്ട പഞ്ഞി, പാറി നടക്കുകയില്ലേ എന്നതുപോലെയാകുന്ന ദിവസം. വതകൂനുൽ ജിബാലു, പർവ്വതങ്ങളൊക്കെ വിതറിയ പഞ്ഞി പോലെയായി മാറും. പൊടിയായിട്ട് ആകെങ്ങനെ പർവ്വതങ്ങൾ പാറി നടക്കും. അതൊക്കെ പൊടിഞ്ഞ് പഞ്ഞി പാറും പോലെ പാറുന്നതാണ്. ഫഅമ്മാ മൻ സഖുലത് മവാസീനു, വല്ലവനും അവന്റെ തുലാസ്, നന്മയുടെ തുലാസ് ഭാരമുള്ളതായാൽ, ഫഹുവ ഫീ ഐശത്തിർ റാളിയ, അവൻ സംതൃപ്ത ജീവിതത്തിലാണ്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, വല്ലവന്റെയും തുലാസുകൾ ഭാരമുള്ളതായാൽ, നന്മയുടെ തട്ട് ഭാരമായാൽ, ഫഹുവ ഫീ ഐശത്തിർ റാളിയ, അവൻ സംതൃപ്തയായ ജീവിതത്തിലാണ്.
വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു വല്ലവന്റെയും തുലാസ് ലഘുവായാൽ, ഭാരമില്ലാത്തതായാൽ, നന്മയുടെ തട്ട് കനമില്ലെങ്കിൽ, ഫഉമ്മുഹു ഹാവിയ, അവന്റെ ഉമ്മ ഹാവിയ എന്ന നരകമാണ്. വമാ അദ്റാക മാ ഹിയ, എന്താണ് ഹാവിയ എന്നതിനെപ്പറ്റി നിനക്ക് എന്താണ് അറിയുക? നാറുൻ ഹാമിയ, അത് ചൂടുള്ള കത്തുന്ന നരകമാണ്. ഇതാണ് അൽ-ഖാരിഅ സൂറത്തിന്റെ ചുരുക്ക ആശയം. വളരെ ഗൗരവത്തിലാണ് ഇവിടെ അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പർവ്വതങ്ങളെ പറ്റിയും ജനങ്ങളെ പറ്റിയൊക്കെ എന്താ പറഞ്ഞത്? ജനങ്ങൾ ഈയാംപാറ്റയെ, ഭാരി നടക്കുന്ന ഈയാംപാറ്റയെ പോലെയാകും. പർവ്വതങ്ങൾ പാറപ്പെട്ട പഞ്ഞിയെ പോലെയാകും. മീസാൻ എന്ന തുലാസിൽ നന്മകൾ കനമുണ്ടെങ്കിൽ, പരിശുദ്ധമായ റമദാനാവട്ടെ അല്ലാത്ത ദിവസങ്ങളാവട്ടെ, ധാരാളം നന്മകൾ ചെയ്ത്, ഖുർആൻ ഓതി, സൽക്രമങ്ങൾ ചെയ്ത്, നിസ്കാരങ്ങൾ നിർവഹിച്ചു, പുണ്യകർമ്മങ്ങൾ ചെയ്തു, ദിക്റുകൾ ചൊല്ലി, ഇബാദത്തുകളായി ജീവിച്ചവർ കനമുള്ള ഭാരമുള്ള തുലാസ് ആണെങ്കിൽ, നന്മയുടെ തട്ട് കനമായാൽ അവൻ സംതൃപ്തമായ ജീവിതത്തിലാണ്. നന്മയുടെ തട്ട് കനമില്ല, തിന്മകളാണ് ധാരാളമുള്ളത് എങ്കിൽ അവന്റെ മാതാവ് ഉമ്മ ഹാവിയയാണ്, അവന്റെ ഉമ്മ ഹാവിയയാണ്. ഹാവിയ എന്താണെന്ന് നിനക്കറിയുമോ? അത് ചൂടുള്ള നരകമാണ് എന്നാണ് അതിന്റെ ആശയം. വളരെ ഭയത്തോടെ പാരായണം ചെയ്യേണ്ട, പേടിയോടെ ഓർക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ ഖിയാമത്ത് നാളിനെ ഭയപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി നന്മകളുടെ തട്ടുകൾ വർദ്ധിപ്പിക്കാൻ ഭാഗ്യം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.